ശരിക്കും സോറി, എനിക്ക് അങ്ങനെ ത്രെഡ് ഫുള്ളായിട്ട് എനിക്ക് പറയാൻ, കാരണം കാണാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും. ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും, സിനിമയെ ബാധിക്കും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കഥ നേരിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളാരും പോകണ്ടെന്ന് പറയുന്നതിന് തുല്യമാണത്. പക്ഷെ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഇത് സുജിത്തിൻ്റെയും മഞ്ജുവിൻ്റെയും സ്റ്റോറി ആണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഇത് ഒരു സുജിത്തിൻ്റെയും ഒരു മഞ്ജുവിൻ്റെയും കഥയല്ല. ഒരുപാട് സുജിത്തുമാരുടെയും ഒരുപാട് മഞ്ജുമാരുടെയും അല്ലെങ്കിൽ ഒരുപാട് രാജേഷുമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ ഉള്ളൊരു കഥയാണിത്. ശരിക്കും ഒരു ഫാമിലി ഇതാണ്. പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് പ്രണയം ഇതാണ് എന്നുള്ളത്. ആക്ച്വലി ഇതൊരു പ്രണയകഥ എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. പ്രണയം ഇതിലൊരു ഭാഗമാണെന്നേ ഉള്ളൂ. ഇതൊരു ഫാമിലി മൂവിയാണ്. ശരിക്കും ഏതൊരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയും കണ്ടിരിക്കേണ്ടത്. ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുന്ന കാമുകന്മാരുണ്ടാവും. ക്രഷല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രേമിച്ച് രണ്ട് വഴിക്ക് പിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുന്ന ലവേഴ്സ് ഉണ്ടാവും. അവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് എന്താണ് ലൈഫ്. ജീവിതത്തിൽ പ്രണയം കൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. പ്രണയം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ജീവിതം വേറെയാണ് എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ്. ഇല്ല, ഈ ഒരു കഥയ്ക്ക് വേണ്ടി എന്നുള്ള യാത്രയും അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ട്, മോർ ദാൻ 5 years, ഒരു 5-6 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഒരു ത്രെഡ് എന്നോട് വന്ന് പറഞ്ഞിട്ട്. എൻ്റെ മനസ്സിലിങ്ങനെ പണ്ട് തൊട്ടേ പുള്ളിയുടെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷനായിരുന്നു. സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോഴും പുള്ളിക്ക് പാഷനാണ് സിനിമാറ്റോഗ്രാഫി. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഡ്രീമായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ചെയ്യും എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അല്ല, പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു, സിറ്റി ഓഫ് ഗോൾഡ് സെറ്റ് വെച്ചിട്ട് പൃഥ്വി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ സുജിത്തായിരിക്കും എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞു. സുജിത്ത് തിരിച്ച് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും അല്ലെ നായകൻ എന്ന് പറഞ്ഞു. സുജിത്ത് പറഞ്ഞത് ആദ്യം സംഭവിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു പൃഥ്വി. അപ്പം അന്ന് മുതൽ ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളത് പുള്ളിയുടെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ഈ ഒരു ത്രെഡ് പറഞ്ഞു, അതൊരു ഫാമിലി ത്രെഡാണ്. അപ്പോൾ ഇത് 5 വർഷം കൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൃഥ്വിരാജിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. പൃഥ്വി കുറച്ച് ബിസി ആയിരുന്നു. അപ്പം രാജുവിൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, നല്ലൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നല്ലൊരു റൈറ്റർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വന്ന് എല്ലാം കൂടെ ആയപ്പോൾ ഒരു 5-6 വർഷം എടുത്തു എന്നുള്ളത്. പക്ഷേ വേറെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പടമേ ചെയ്യുള്ളൂ എന്നൊരു വാശി പുള്ളിക്കുണ്ടായിരുന്നു. വേറെ ഒരുപാട് കഥകൾ കേട്ടു എങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് മൂവി ഇതായിരിക്കും, ഇത് തന്നെയായിരിക്കും എൻ്റെ മൂവി. അത് കാരണം സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നൊരു മൂവി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശി പുള്ളിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് 2 മുഖ്യമല്ലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ആക്ടിങ് ആയിരുന്നു എൻ്റെ മുഖ്യം. എനിക്ക് സിനിമ സീരിയൽ എന്നുള്ള ഡിഫറൻസ് ഇല്ലായിരുന്നു. ഞാൻ ഒരു നടിയാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരുന്ന ആളേ അല്ല. അതെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. കാരണം എന്താകണം എന്ന് പോലും ആലോചിക്കാത്ത പ്രായത്തിലാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വന്നത്. അപ്പം അന്ന് ഞാൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയുടെ മൂർത്തി അങ്കിളിൻ്റെ ഞാൻ സ്ത്രീ പർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ അതിലൊരു ടെലിഫിലിമിൽ അഭിനയിച്ചു. പ്രേമേട്ടൻ എന്നെ അത് ഷോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വന്നിട്ട് എന്നെ അതിലേക്ക് വിളിക്കുകയും അങ്ങനെ ചെയ്താണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ കുറേ സീരിയൽസാണ് പിന്നെ ചെയ്തത്. എനിക്ക് അത് കോളേജ് പഠിക്കുന്ന സമയത്ത് സീരിയൽസ് ചെയ്യുന്നതായിരുന്നു താല്പര്യവും. കാരണം എന്താ വെച്ചാൽ രാവിലെ പോയാൽ ക്ലാസ് മിസ്സാവില്ല, സമയത്ത് പോയാൽ മതി. ഞാൻ സെറ്റിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് വന്ന് ഞാൻ എൻ്റെ എക്സാംസ് എഴുതിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയാകുമ്പോൾ നമുക്കത് പറ്റില്ല. വലിയ വലിയ താരങ്ങളുടെ ഡേറ്റ്സിൻ്റെയും ഇതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഡേറ്റുകൾ നിശ്ചയിക്കപ്പെടുക. സോ എനിക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സീരിയൽ ചെയ്യാനായിരുന്നു താല്പര്യം. അങ്ങനെ സീരിയലിലായിപ്പോയി. പക്ഷേ എനിക്ക് സീരിയലിൽ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തു. ഞാൻ അതിൽ അതീവ സംതൃപ്തയാണ്. എനിക്കിപ്പോഴും സീരിയൽ ചെയ്യുന്നതാണ് താല്പര്യം. കാരണം എനിക്കൊരു കുടുംബം പോലെയാണ് സീരിയൽ. എനിക്ക് രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ ഞാൻ വേറൊരു വീട്ടിലേക്ക് പോകുന്നൊരു ഇതിലാണ് പോകുന്നത്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്താ പറയുക, ഇതിലും ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. താരങ്ങളെല്ലാം ബിസിയാണ്. അപ്പോൾ അവരുടെ ഡേറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് 2ഉം ഇഷ്ടമാണ്. സാറ് വിളിക്കാനുള്ള കാരണം സാറിനോട് പറഞ്ഞൊരു, സാറിനെ പറ്റി പറയുമ്പോൾ തന്നെ സാറിന് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര സീരിയസ് ആണ്, പുള്ളി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ സാറ് എന്നെ കണ്ടോണ്ടേ പറഞ്ഞത്, ഞാൻ ഇയാളുടെ ഒരു വർക്കും കണ്ടിട്ടില്ല, ഞാൻ അതുകൊണ്ടാണോ സാർ എന്നെ വിളിച്ചത്? അതെ, അതുകൊണ്ടാണ് വിളിച്ചത്. ഒരു പക്ഷേ താങ്കളുടെ ഏതെങ്കിലും വർക്ക് കിട്ടുന്നത് ഞാൻ വിളിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. സീരിയൽസ് ഒന്നും സാറ് കാണാറില്ല. അപ്പോൾ SP പിള്ള എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ ബ്രാൻഡ്, ആ ലേബലാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്.
അപ്പോൾ സാറ് ഫസ്റ്റ് സാറിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്തു. ഫസ്റ്റ് പുള്ളിയുടെ കരിയറിൽ ഫസ്റ്റ് ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ SP പിള്ളയായിരുന്നു അതിൽ നടൻ, KPS ലളിതയായിരുന്നു നടി. അപ്പോൾ ആ ഒരു ബന്ധം സാറിന് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്നെ കുക്കു പരമേശ്വരൻ, കുക്കു ചേച്ചി ആയിരുന്നു അതിൽ കാസ്റ്റിംഗ് ഡയറക്ടർ. കുക്കു ചേച്ചി എൻ്റെ പേര് പറയുകയും സാറിന് കാണണമെന്ന് പറയുകയും, ആ കാണണമെന്ന് പറയുന്ന സംഭവം തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. സാറ് ഫോൺ ചെയ്തപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ലാൻഡ് ഫോണിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ആരാ അടൂർ ഭക്ഷണം, ഓഹോ അത് ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര കൂളായിട്ടാണ് സാറിനോട് സംസാരിച്ചത്. പിന്നെ സാറ് സംസാരിച്ച് എൻ്റെ ഒരു പടം ഉണ്ട്, മഞ്ജു അഭിനയിക്കുന്നില്ല എന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം എനിക്കൊരു സംശയം തുടങ്ങി, എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തിരിച്ച് വിളിക്കാം സാർ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ സാറെ നമ്പർ തരുമെന്ന് ചോദിച്ചു. സാർ എനിക്കൊരു നമ്പർ തന്നു. ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. ഞാൻ നേരെ ജഗദീശ്വരനെ വിളിച്ചു. അപ്പോൾ ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ജഗദീശ്വരനെ വിളിച്ച് ചേട്ടാ ഇങ്ങനെ അടൂർ സാർ വിളിച്ചു, അടൂർ സാർ പടം എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട് മഞ്ജു, എന്നെ വിളിച്ചിരുന്നു, ഞാനും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, എനിക്ക് നമ്പർ ഒന്ന് തരുമെന്ന് ചോദിച്ചു. ജഗദീഷ് ചേട്ടൻ അസോസിയേഷനിൽ എന്തോ വിളിച്ചിട്ട് എനിക്ക് അടൂർ സാറിൻ്റെ നമ്പർ എടുത്തു തന്നു. അപ്പോൾ അടൂർ സാറ് വിളിച്ചാൽ എനിക്ക് തന്ന നമ്പറും ജഗദീഷ് ചേട്ടൻ തന്ന നമ്പറും രണ്ടും രണ്ടാണ്. അപ്പം ഞാൻ ജഗദീഷ് ചേട്ടൻ തന്ന നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് വിളിച്ചപ്പോൾ സാറിൻ്റെ വൈഫായിരുന്നു എടുത്തത്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മഞ്ജു പിള്ളയാണ്, ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നെഞ്ചിരിക്കാൻ തന്നെ സാറ് തന്നെയാണോ വിളിച്ചതെന്നുള്ള ടെൻഷനെ. അപ്പോൾ സാറിപ്പോൾ വിളിച്ചിരുന്നു. അപ്പം ഞാൻ നല്ല പനിയായിട്ട് കിടക്കുക കേട്ടോ, നല്ല പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ സാറെ വിളിച്ചിരുന്നു മഞ്ജു. ഞാൻ സാറേ ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആരോ എന്നെ പറ്റിയത്. സാറെ മൊബൈലിലല്ലേ വിളിക്കൂ, ആരോ പറ്റിക്കാൻ വിളിക്കാന്ന് വെച്ചാൽ സാറൊന്നും വിചാരിക്കരുത്. എനിക്ക് തോന്നി മഞ്ജു എന്താ ഇങ്ങനെ പെരുമാറണേന്ന് ഞാൻ വിചാരിച്ചു. വളരെ നെഗറ്റീവായിട്ട് എന്നോട്. അങ്ങനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മഞ്ജു, പിന്നെ ആദ്യമായിട്ടാണ് സംസാരിച്ചത്, എന്നിങ്ങനെ സംസാരിച്ചു. വെരി സോറി സാർ ഒരുപാട്. കാരണം അതിന് മുമ്പൊക്കെ മനോജ് KG ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ലാൻഡ് ഫോണിലാകുമ്പോഴേ ലാൻഡ് ഫോൺ എടുക്കാറേ ഇല്ല. എനിക്കൊന്ന് കാണണം, ഇന്നൊന്ന് വരാമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം സാർ. അപ്പോൾ ആദ്യം പറഞ്ഞു പനിയാണ്, നല്ല പനിയാന്ന് പറഞ്ഞു. ഇല്ല സാർ ഞാൻ വരാം, കാണാൻ വരാമെന്ന് പറഞ്ഞു. പനിയൊക്കെ അപ്പോൾ പോയി, എൻ്റെ ശരിക്കും വേർത്ത് പോയി ഞാൻ. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ സാറിനെ പോയി കണ്ടു. സാർ അപ്പം തന്നെ എല്ലാം ഓക്കെ ആയി. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ആ ബുക്ക് വാങ്ങി വായിച്ചോട്ടെ. ഒന്നും ചെയ്യണ്ട, ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, കഥയും ഞാൻ പറയില്ല എന്നിട്ട് ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം മുകേഷ് ചേട്ടനായിരുന്നു എൻ്റെ കൂടെ അഭിനയിച്ചത്. മുകേഷ് ചേട്ടനും മുരളി ചേട്ടനുമായിരുന്നു അഭിനയിച്ചിരുന്നത്. മുകേഷ് ചേട്ടനെ എന്നെ ഇരുത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ഞങ്ങളെക്കൊണ്ട് ഡയലോഗ് പറയും. വിട ഡയലോഗിൻ്റെ ഒരു സെൻറ്റൻസ് മാറ്റാൻ, ഒരു വേർഡ് മാറ്റാൻ സാറ് സമ്മതിക്കും. പക്ഷേ എനിക്ക് അതുകൊണ്ട് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 സിനിമ ചെയ്ത ഒരു ഫീൽ എനിക്കുണ്ട്. പിന്നെ 2 പ്രോംപ്റ്റ് ചെയ്യാതെ ഡയലോഗുകൾ പറയാൻ പഠിച്ചത് സാറിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ്. പിന്നെ അനാവശ്യമായ മുക്കലുകൾ മൂളലുകൾ ഞാൻ നിർത്തിവെച്ചത് സാറിൻ്റെ ലൊക്കേഷനിലാണ്. സോ എനിക്ക് ഒരുപാട് എൻ്റെ ഒരു സ്കൂളായിരുന്നു അടൂർ സാറിൻ്റെ സിനിമ എന്ന് പറയുന്നത്.